എക്സലൻ്റ് അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ബേസിക് ഇംഗ്ലീഷ് കോഴ്സിൻ്റെ മൂന്നാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച നമ്മുടെ ഈ ചാനൽ വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം മുടങ്ങി തുടർ പഠനം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും കൂടി ചെയ്യാം. അതിലൂടെ കൂടുതൽ അറിവുകളും ആശയങ്ങളും വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ ചെറുതെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മളിലെ അറിവുകൾ കൂടുകയും അതോടൊപ്പം തന്നെ നമ്മളിലുണ്ടാകുന്ന മാറ്റം നമുക്ക് തന്നെ തിരിച്ചറിയുവാനും സാധിക്കും. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലല്ല നമ്മൾ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നമുക്കറിയാവുന്ന ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും തന്നിരിക്കുന്ന വാക്കുകൾ സശ്രദ്ധം പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ പല പ്രാവശ്യം കേൾക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ 6 Cകളെ കുറിച്ചാണ്. ആ 6 Cകൾ ഇവയാണ്: ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത, ക്രിറ്റിക്കൽ തിങ്കിങ് അതായത് വിമർശനാത്മക ചിന്ത, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം, കൊളാബറേഷൻ സഹകരണം, കോമ്പറ്റൻസ് കഴിവ്, ക്യാരക്ടർ സ്വഭാവം എന്നിവയാണത്. ആധുനിക ലോകത്ത് വിജയത്തിന് അത്യാവശ്യമായി കണക്കാക്കപ്പെടുന്ന കഴിവുകളുടെയും ഗുണങ്ങളുടെയും ഒരു കൂട്ടമാണിത്. ഇതിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. സർഗാത്മകതയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന വിഷയത്തിന് പുറത്ത് ചിന്തിക്കാനും നൂതനമായ ആശയങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് ആർജിച്ചെടുക്കേണ്ടത് ഇംഗ്ലീഷ് പഠനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ തന്നിരിക്കുന്നത് 10 സെൻറ്റൻസ് ആണെങ്കിൽ അതേപോലെ 20 വാക്യങ്ങൾ എഴുതുവാനുള്ള കഴിവ് നമ്മൾ നേടണം. മനപ്പാഠം പഠിക്കലല്ല നമ്മുടെ ശീലം. ഇത് ആരും എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമല്ല, മറിച്ച് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചേ അടങ്ങുമെന്ന ദൃഢചിന്തയാണ് നമുക്ക് വേണ്ടത്. ചിന്തകൾ അഗ്നിയായി ആളിപ്പടരണം. രണ്ടാമത്തെ C ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്, വിമർശനാത്മക ചിന്തയാണത്. ഉദാഹരണത്തിന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് എഴുതണം. ഇത് നമ്മൾ പഠിച്ചു വന്നിരിക്കട്ടെ. ഞാൻ മാർക്കറ്റിൽ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പാർക്കിൽ പോകുന്നു എന്നെങ്ങനെ എഴുതാമെന്ന് നമ്മൾ ചിന്തിക്കണം. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അത് നമ്മൾ എഴുതി നോക്കണം. അത് ആരാണോ നിങ്ങളെ പഠിപ്പിക്കുന്ന അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുവാനും ശരിയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ഉപകരിക്കും. കൂടുതൽ വാക്കുകൾ എഴുതുവാൻ ഉള്ള ആവേശം അത് നമ്മളിൽ നിറയ്ക്കും. ഇവിടെ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നതിനെ എങ്ങനെ വിഭജിക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് വിമർശനാത്മക ചിന്ത ഉടലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നതിനെ ഐ എന്നും ഐ ആം ഗോയിങ് എന്നും ടു സ്കൂൾ എന്നും തിരിക്കുവാൻ സാധിക്കും. പിന്നീട് കൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതിനെ പലതായിട്ട് തിരിക്കുവാൻ സാധിക്കും. അതൊക്കെ നമുക്ക് പുറകാലെ പഠിക്കാം. ഇതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയോട് കൂടുതൽ അടുക്കുകയും അതിനെ മാതൃഭാഷയെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യും. ഇതിലൂടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും നമ്മുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുന്നതിനും യുക്തിസഹജമായ തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാധിക്കും. മൂന്നാമത്തെ C കമ്മ്യൂണിക്കേഷനാണ്, അതായത് ആശയവിനിമയം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ വാക്കിലും എഴുത്തിലും എല്ലാം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിന് ചെയ്യേണ്ട മികച്ച മാർഗം നമ്മുടെ ഓരോ ഹോംവർക്കുകളും കൃത്യമായി ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അതിലൂടെ ഭാഷയുമായി വലിയൊരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും. നാലാമത്തെ C കൊളാബറേഷൻ അഥവാ സഹകരണമാണ്. പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മറ്റുള്ളവരുമായി ഫലപ്രദമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ്, വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ, നിശ്ചയദാർഢ്യം ഇവയെല്ലാം നമുക്ക് വേണം. ഇത് പടിപടിയായി വളർത്തിക്കൊണ്ടുവരണം. ദിവസവും ഒരു മെസ്സേജെങ്കിലും ഞങ്ങൾക്കിടുക. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആയിക്കൊള്ളട്ടെ. തെറ്റാണെങ്കിലും അത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അഞ്ചാമത്തെ C
കോമ്പറ്റൻസ് ആണ്, കഴിവ്. ഉയർന്ന തലത്തിലുള്ള വൈദഗ്ധ്യവും അറിവും നിലനിർത്തുകയും പ്രൊഫഷണൽ വികസനത്തിനുള്ള അവസരങ്ങൾ നിരന്തരം തേടുകയും ചെയ്യുക. അത് തന്നിരിക്കുന്ന ടോപ്പിക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളിലെ കഴിവുകൾ ഉണരുന്നതും അത് നമുക്ക് ഉപകാരപ്രദമാകുന്നതും. 6ാമത്തെ C എന്ന് പറയുന്നത് ക്യാരക്ടർ അഥവാ സ്വഭാവമാണ്. ഏതൊരു പഠനത്തിനും അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് ക്യാരക്ടർ. ശക്തമായ ധാർമ്മിക തത്വങ്ങൾ, ധാർമ്മികമായ പെരുമാറ്റങ്ങൾ, ഉത്തരവാദിത്വ ബോധം എന്നിവ വികസിപ്പിക്കുകയും ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക. ബൗദ്ധികമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അവരിലെ നല്ല ശീലങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. അതിനായി നിങ്ങളൊരു ടീച്ചറാകുക. ആരെയും പഠിപ്പിക്കുവാനില്ലെങ്കിൽ മുന്നിലെ ഭിത്തിയിലൊരു കണ്ണാടി തൂക്കി അതിൽ നോക്കി നിന്ന് പഠിപ്പിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ തന്നിരിക്കുന്ന വാക്യങ്ങളും അവയുടെ മലയാള അർത്ഥവും നോട്ട്ബുക്കിൽ പകർത്തി എഴുതി പഠിക്കുക. 3ാമത് തന്നിരിക്കുന്ന സ്കൂൾ എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന 8 വാക്യങ്ങൾ ബുക്കിൽ പകർത്തി എഴുതിയതിന് ശേഷം ഓരോ വാക്യത്തിലെയും സ്കൂൾ എന്നത് മാറ്റി മാർക്കറ്റ് എന്നും പാർക്ക് എന്നും മാറ്റി 16 വാക്യങ്ങളും അവയുടെ അർത്ഥവും എഴുതി എക്സലൻ്റ് അക്കാദമിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. എല്ലാവരും ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.